ലോകജനതയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ പറവൂർ SNDP യൂണിയന്റെയും SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ ലഹരിമുക്ത ജ്വാലയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ SNDP യോഗം ഡയറക്ടർ PS ജയരാജ് ലഹരിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക ജനതയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെയാണ് പറവൂർ SNDP യൂണിയന്റെയും SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിൽ ലഹരിമുക്ത ജ്വാലയും കൂട്ടയോട്ടവും നടത്തിയത്. മൂത്തകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിലെ ഗുരുമണ്ഡപത്തിൽ നിന്നും HMDP സഭാ പ്രസിഡന്റ് അനന്തൻ മാസ്റ്റർ കൊളുത്തിയ ദീപശിഖ പറവൂർ SNDP യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണനും കൺവീനർ ഷൈജു മനയ്ക്കപ്പടിക്കും കൈമാറി SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ ബിനുവിനെ ഏൽപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ലഹരിമുക്ത പ്രതിജ്ഞ SNDP യോഗം ഡയറക്ടർ PS ജയരാജ് ചൊല്ലിക്കൊടുത്തു. യൂണിയൻ കുമാരി സംഘം, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, ബാലജന യോഗം എന്നീ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മൈം ഫ്ലാഷ് മോബ്, സൂംബ ഡാൻസ് എന്നിവ സംഘടിപ്പിച്ചു. മൂത്തകുന്നത്ത് നിന്ന് പറവൂരിലേക്ക് നടത്തിയ കൂട്ടയോട്ടം വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫ്ളാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടത്തിൽ യൂത്ത് മൂവ്മെന്റ്, SNV സ്കൂൾ അധ്യാപകർ, JRC, NCC, NSS, SPC തുടങ്ങിയവയുടെ നേതാക്കൾ നേതൃത്വം നൽകി. പറവൂർ SNDP യൂണിയൻ ആസ്ഥാനത്ത് കൂട്ടയോട്ടം എത്തിച്ചേർന്നപ്പോൾ മുനമ്പം DYSP S ജയകൃഷ്ണൻ ദീപശിഖ ഏറ്റുവാങ്ങി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് യുവാക്കളെന്ന മാത്രമല്ല കൗമാരപ്രായത്തിലുള്ള കുട്ടികളടക്കം വിവിധ തലത്തിലുള്ള ആളുകളെ എല്ലാ തരത്തിലും ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്നുള്ളത്. അത് മാരകമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ വ്യക്തിക്കും അവൻ്റെതായ കടമ നിർവഹിക്കാനുണ്ട്. ആ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വൻതോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെമ്പാടും നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ലഹരിക്കെതിരെയുള്ള നിയമ നടപടികൾക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തെ ഒന്നടങ്കം ഇതിനെതിരെ നമുക്ക് അണിനിരത്താൻ സാധിക്കുകയുള്ളൂ. ലഹരി ഈ നാടിന് ആപത്താണെന്നും യുവജനങ്ങളെയും കുട്ടികളെയും നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി ബൃഹത്തായ പരിപാടി സംഘടിപ്പിച്ച SNDP യൂണിയനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഓരോ പ്രവർത്തനങ്ങൾക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ ലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞയെടുത്ത് SNDP യോഗം ഡയറക്ടർ MP ബിനു, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട്, D പ്രസന്നകുമാർ, VN നാഗേഷ്, KB സുഭാഷ്, TM ദിലീപ്, ജോഷി പല്ലേക്കാട്, ഗോപാലകൃഷ്ണൻ, കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി, ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം, പറവൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് CR ബിജു, ലയനേഴ്സ് ക്ലബ് പ്രസിഡന്റ് രാജൻ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷൈജു മുരളീധരൻ, സെക്രട്ടറി ബിന്ദു ബോസ് തുടങ്ങിയവർ സംസാരിച്ചു. തിന്മയ്ക്കെതിരായി, ലഹരിമുക്തിനെതിരായി നമ്മുടെ നാട് ഒരുമിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 കേരളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ കീഴ്പോട്ട് അടുപ്പിക്കുന്നതിൽ ഒരു മുഖ്യ വിഘ്നമായി നിൽക്കുന്നു. അതിനെ തരണം ചെയ്തുകൊണ്ട് ഒന്ന് ലഹരിയാണ്, മറ്റൊന്ന് മാലിന്യമാണ്. മാലിന്യത്തെ നിർമ്മാർജ്ജനത്തിനുള്ള ഗവൺമെന്റിന്റെ വലിയ ശ്രമങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ലഹരി വിപത്ത്. നമ്മുടെ നാടിന്ന് ഉയർന്നിരിക്കുകയാണ്. സുമനസ്സുകളുടെയൊക്കെ സഹകരണത്തോടുകൂടി നടത്തിയ ഈ ലഹരിമുക്ത ജ്വാല എന്ന പരിപാടി ഇത് മുതുകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിലെ അവിടെ ഫ്ലാഷ് മോബ് അടക്കമുള്ള വിവിധ കലാപരിപാടികളോട് രാവിലെ ആരംഭിച്ച് മുതുകുന്നത്ത് നിന്ന് പറവൂരിലെത്തുമ്പോൾ ഇതിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുകയും അത് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലുകയും ആ ലഹരിയെ അകറ്റുന്നതിന് വേണ്ടിയുള്ള പറവൂർ SNDP യൂണിയന്റെ ശ്രമങ്ങളോടൊപ്പം നിൽക്കാൻ ഈ നാട് ഒന്നിച്ചതിലെ സന്തോഷം അറിയിക്കുന്നു. തുടർന്ന് നടത്തിയ ബാനർ ഒപ്പുശേഖരണം മുനമ്പം DYSP ജയകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീന വിശ്വം, ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ 100 രൂപ മുതൽ ഷർട്ടുകൾ, ജീൻസുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ 60 രൂപ, ഷിഫോൺ സാരികൾ 90 രൂപ, പട്യാലകൾ 2 എണ്ണം 100 രൂപ, ഷാളുകൾ 60 രൂപ.